എൻ്റെ പേഴ്സണൽ ഫിനാൻസ് അവസ്ഥ പ്രതിപാദിക്കുന്ന 5 വീഡിയോകൾ അടങ്ങുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനൊരു വീഡിയോ സീരീസ് ചെയ്യാറുണ്ട്. ഇതുവഴി ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിയുന്നതിന് പുറമെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ നിങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു ഡയറക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഞാൻ വലിയ വമ്പു പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഡയറക്ഷൻ തരികയോ ഒന്നുമില്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എടുക്കാനും തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ സീരീസിൻ്റെ ഈ പാർട്ടിലേക്ക് സ്വാഗതം. ഈ പാർട്ടിൽ എൻ്റെ ഇൻകം എന്തൊക്കെയാണ്, എൻ്റെ എക്സ്പെൻസ് എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുന്നു, ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ നിക്ഷേപിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ കാശ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു മാസം എന്തൊക്കെ വരവുണ്ടാവും എന്നും എങ്ങനെയൊക്കെ ചെലവ് ചെയ്യണം, എന്ത് കാര്യങ്ങൾക്കൊക്കെ ചെലവ് ചെയ്യണമെന്നും കൃത്യമായിട്ടുള്ള ധാരണയും ബോധ്യവും ഉള്ള ഒരാളാണ്. അത് നമ്മളുടെ ഫാമിലിയുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റുമാണ്. അങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി നമ്മൾ കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് കൃത്യമാവുകയും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പരമാവധി കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പരമാവധി കുറച്ച് മാത്രം ഫോക്കസ് കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, ആറ്റിൽ കളഞ്ഞാലും അളന്നേ കളയാവൂ എന്ന്. അപ്പോൾ അങ്ങനെ എന്ത് കാര്യത്തിനായിട്ടും അളന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളൊരു രീതിയാണ് പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങളിൽ ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു മാസ ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ നമ്മളുടെ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് പറയും, അതുപോലെ നമ്മളുടെ ചെലവ് എന്തൊക്കെ വഴിയാണ് പോകുന്നത്, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിലൂടെ നമ്മൾ പറയാറുണ്ട്. എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വരുമാന സ്രോതസ്സുകൾ സാലറി, റുപ്പി മങ്കിൽ നിന്നുള്ള വരുമാനം, അതുപോലെ ആസ്ക് റുപ്പി മങ്ക് സർവീസിൽ നിന്നുള്ള വരുമാനം, അതുപോലെ ഫാമിലി ഇൻകത്തിൻ്റെ പാർട്ടായിട്ട് FDകളും ബോണ്ടുകളും കടപ്പത്രങ്ങളിലൊക്കെ നിന്നുള്ള ഇൻട്രസ്റ്റ് വരുമാനം, സ്റ്റോക്കുകളിൽ നിന്നുള്ള ഡിവിഡൻഡ്, മറ്റുള്ള വരുമാനങ്ങൾ, അതായത് കമ്പനിയിൽ നിന്നുള്ള ബോണസ്, അതർ ബിസിനസ്സുകളിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും പ്രോഫിറ്റിൻ്റെ ഷെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വരുമാന സ്രോതസ്സുകളിൽ പെട്ടിട്ടുള്ളത്. എക്സ്പെൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഫാമിലി മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഗ്രോസറി വാങ്ങുക, പെട്രോൾ അടിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള യാത്രകൾ നടത്താനുള്ള ചാർജ്, ഈ വീട് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ചാർജുകൾ, അല്ലെങ്കിൽ അതുപോലെ നമ്മളുടെ പാരൻസിൻ്റെ ഒരു മെയിൻ്റനൻസ്, അതുപോലെ EMIയിലേക്ക് അടയ്ക്കുന്ന തുക, ലോണിൻ്റെ EMIയിലേക്ക് അടയ്ക്കുന്ന തുക, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ചെലവിൻ്റെ ഭാഗത്തേക്ക് വരിക. എപ്പോഴും വരവും ചെലവും തമ്മിൽ കൃത്യമായിട്ടുള്ളൊരു അനുപാതം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വരവിൽ താഴെ മാത്രം എപ്പോഴും ചെലവ് ചെയ്യാനും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരവ് കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ മാറ്റിവെക്കേണ്ട തുക മാറ്റിവെച്ചതിന് ശേഷം മാത്രം ചെലവ് ചെയ്യാനും ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വരവ് ചെലവിനേക്കാൾ കൂടുതൽ വരവിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിന് മാറ്റിവെച്ചിട്ടുള്ള തുക മാത്രം പരമാവധി ചെലവഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് എന്തുകൊണ്ടും നന്നായിരിക്കും. അതുമാത്രമല്ല, ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അളവ് കൂട്ടുന്നത് നന്നായിരിക്കും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 1,00,000 രൂപ ശമ്പളമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 രൂപയൊക്കെ നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട് ഒരു വർഷം എന്ന് കരുതുക. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ സേവ് ചെയ്യേണ്ടത് മിനിമം ഒരു 33,000 രൂപ, ഒരു 10% കൂടുതൽ സേവ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തിനങ്ങനെ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരേ അനുപാതത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അധികമായി കിട്ടുന്ന വരുമാനം നമ്മളുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗോളുകൾ, ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാവും, റിട്ടയർമെൻ്റ് ആവും, ആ ഗോളുകളെല്ലാം അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം ഗോളുകൾ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അളവ് ഓരോ വർഷവും കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. എനിക്ക് ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം.
ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാലറി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടിയിട്ടുള്ള ആ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഉറപ്പായും ചെയ്യേണ്ട കാര്യങ്ങളിലേക്കുള്ള പൈസ മാറ്റിവെക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ? നമ്മളുടെ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ അടയ്ക്കുക, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒക്കെ അടയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് മാറ്റി വയ്ക്കേണ്ട പണം, അതായത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പണം മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണം മാറ്റി വയ്ക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രെഡിറ്റ് കാർഡിനുള്ള പേയ്മെന്റ് അടയ്ക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളാണ് സാലറി കിട്ടുന്ന അന്ന് നമ്മൾ ചെയ്യുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം എന്താ, ക്രെഡിറ്റ് കാർഡിന്റെ അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ 30-36% പലിശ നമ്മൾ കൊടുക്കണം. അതായത് 100 രൂപ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ 136 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾക്ക് ഈ 100 രൂപ ഒരു വർഷം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ നമുക്ക് കിട്ടുന്നത് 108 രൂപയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 5-8 വർഷം ഒക്കെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടുമ്പോൾ കിട്ടുന്ന ലാഭമാണ് നമ്മൾ ഈ ഒരു ദിവസം വൈകിക്കുന്നുണ്ട് നമുക്ക് നഷ്ടം വരുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡുകളുടെ പേയ്മെന്റ് പെട്ടെന്ന് നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നമ്മൾക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പൈസ മാറ്റി വയ്ക്കുക. പിന്നെ ടേം ഇൻഷുറൻസിനും ഹെൽത്ത് ഇൻഷുറൻസിനും നമ്മൾ മാറ്റി വയ്ക്കേണ്ട തുക മാറ്റി വയ്ക്കുക. ടേം ഇൻഷുറൻസ് കവറേജും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്തിൽ നമ്മളുടെ ഫാമിലിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് ടേം ഇൻഷുറൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ആർക്കെങ്കിലും ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസും എടുക്കുക എന്നുള്ളതും അത് കൃത്യസമയങ്ങളിൽ റിന്യൂ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്യൂ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ 4 ഗോളുകളിലേക്കുള്ള എമൗണ്ട് സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ വേണ്ട എമൗണ്ട് കൃത്യമായിട്ട് ആ സേവിങ്സ് പോകുന്ന ആ അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കാറും പതിവ്. ഇതേപോലെ കൂടിയ എമൗണ്ട് കിട്ടുകയാണ്, ഒരു അഡീഷണൽ ലംസം എമൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കടങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. കൂടുതൽ കടമുള്ള ആളുകൾ ആ കടത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള. അതുകൊണ്ട് തന്നെ കൂടിയ കടമുള്ള ആളുകൾ ഒരു ലംസമായിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ ലോണുകൾ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറേശ്ശെ അടച്ച് ആ ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാനും ശ്രമിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേഴ്സണലി ഞാനും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും നടത്തുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ധനസഹായം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പേഴ്സണലി എനിക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് ഒരു ആൾ ചെയ്യേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ വീഡിയോ സീരീസിലെ മറ്റ് 2 വീഡിയോകളിൽ നമ്മളുടെ ഗോളുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടെ ഇതിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാവും. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.